ഈ കള്ളക്കൈവേറികളാണത്രേ, ഈ കള്ളക്കൈവേറികളാണത്രേ. ഈ നിങ്ങളുടെ അനുയായികളായ ആളുകൾക്ക് കിട്ടുന്ന ഏത് തരത്തിലുള്ള ആത്മീയമായ ഉപദേശമാണ്? ഞാൻ ചോദിക്കുന്നത്, ഏത് തരത്തിലുള്ള ആത്മീയമായ ഉപദേശവും ആ ഉപദേശം സിദ്ധിച്ചവരിൽ നിന്നുള്ള പ്രതിഫലനം എന്താണ്? അതുകൊണ്ട് നീ പട്ടിയാണോ, നീ നായിയാണ്, കുറക്കുന്ന നായിയാണോ? അതുകൊണ്ട് തെരുവുകളിൽ കുറക്കുന്ന നായികൾക്ക് മറുപടി കൊടുക്കാൻ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പോകില്ല, പൊന്മോൾ ഉസ്താദ് പോകില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾ ഏത് മതക്കാരാണ്? നിങ്ങളുടെ മതവേദ? നിങ്ങൾ സത്യം പറഞ്ഞ നിങ്ങളുടെ സിദ്ധാന്തം ഏതാണെന്ന് പച്ചക്കങ്ങ് പറഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾ ഏത് സ്വാമിയുടെ അനുയായികളാണ്? എന്നിട്ട് പറയാണ് ഞങ്ങൾ അല്ലാഹ്, ഈ തൊള്ളോണ്ട് അല്ലാഹ്, എന്ത് നിനക്കൊക്കെ എന്തല്ല, നിന്റെയൊക്കെ ഇവിടെ നിന്നോട്ട് ഇറങ്ങാത്ത ദീനാണത്. ഇല്ലെങ്കിൽ അരപ്പാളി ലക്ഷണം കെട്ട പഹയ ഒരു കാര്യം ആലോചിച്ചോ. ഞങ്ങളെ പ്രവർത്തകരെയോ സുന്നത്യമായത്തിന്റെ ആലിമീങ്ങൾക്കെതിരെയോ ഇജ്ജങ്ങാനും എന്തെങ്കിലും ചലച്ചു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പറയണതുണ്ടല്ലോ, ആ പറയണതിന് സക്കാത്ത് കൊടുക്കാൻ പോലും തയ്യൂല. ഇജ്ജിങ്ങോട്ട് പറയണത് പള്ള നിറച്ചങ്ങോട്ട് കിട്ടും. എല്ലാത്തിനും ഞങ്ങളുണ്ടല്ലോ പരസ്യമായിട്ട് തുണിയൊരിക്കും. ആലോചിച്ചോളിണ്ടേ, പള്ള നിറച്ചല്ലേക്കാരം കിട്ടുക. എനിക്ക് പള്ള നിറച്ചും അതിൻ്റെ പിന്നെ കുറച്ചും കൂടി അല്ലേ കുടുംബത്തിൽ കിടക്കും കൊണ്ടുപോകാൻ മാത്രം കിട്ടും. ആലോചിച്ചോളിണ്ടേ ഏരപ്പാളി, ഇതൊക്കെ സുന്നത്യമായിട്ട് പറയാൻ നടക്കണല്ലേ. നീ ഒരു വിശ്വാസം, ഒരു മതപണ്ഡിതനല്ലോ, സഖാഫിയല്ലേ? ഇവന്മാർ ഈ പറയുന്ന എന്താണ് ഇപ്പം ഈ പാടിയത്? നിങ്ങളെക്കൊണ്ട്, നിങ്ങൾ ഈ നടത്തുന്ന പ്രഭാഷണം കൊണ്ട് കുറേയേറെ ചെറുപ്പക്കാർ മുറുത്തദ്ധാവും എന്നുള്ളതല്ലാതെ അള്ളാഹുവിൻ്റെ ദീനിന് 10 പൈസ നയാ പൈസയുടെ ഗുണം നിങ്ങളെ കൊണ്ടില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങളോട് നിങ്ങളുടെ ഈ വർത്താനം കേട്ടിട്ട് അൽഹംദുലില്ലാ എനിക്ക് പരിശുദ്ധമായ ദീൻ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റിയെന്ന് പറഞ്ഞ ഒരു ഉദാഹരണം കാണിക്കാൻ കഴിയും? ഒരു ഉദാഹരണം പറ്റുമോ? നിൻ്റെയൊക്കെ വായിന്ന് എന്താണ് ഈ വരുന്നത്? നിനക്ക് നാണം തോന്നില്ലേ? എടാ, ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ നിനക്ക് കോഴി ഇറച്ചിയും കോഴി ബിരിയാണിയും അതുപോലെ തന്നെ ഇവന്മാരെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ വണ്ടിക്കൂലിയൊക്കെ കിട്ടും. കുറച്ച് കഴിയുമ്പോൾ കാലാന്തരത്തിൽ നിൻ്റെ ആരോഗ്യവും നിൻ്റെ ഈ തൊണ്ടയൊക്കെ ക്ഷയിച്ചു കഴിഞ്ഞാൽ എടാ ഇവരൊക്കെ നിന്നെ മൂലക്കാക്കും. നിനക്ക് നഷ്ടം, നിൻ്റെ ഈ പോയ കാലം മുഴുവൻ നഷ്ടമായിരിക്കും. ചിന്തിച്ച് പ്രവർത്തിക്കാൻ നോക്കി. ഇവന്മാർക്ക് വേറെ പണിയിൽ ദുർവാശയില്ലാതൊന്നുമില്ല.